ആരാണ് ഈ റെസിപ്പിക്ക് ഈഫ ചിക്കൻ എന്ന് പേരിട്ടെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല മൊഞ്ചുള്ള പേര് പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റ്. അങ്ങ് ഗൾഫിലോ ഖത്തറിലോ എവിടെയോ ജനിച്ച ഈ റെസിപ്പിക്ക് ഇപ്പോൾ കേരളത്തിൽ നല്ല ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള നേരത്തെ പീസസ് ആക്കിയിട്ടുള്ള 4 കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പൊടികളെല്ലാം നമ്മൾ ഫ്രൈ ആക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്കൊരു മയം ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ കോഴിമുട്ട മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, 1/4 ടീസ്പൂണോളം പഞ്ചസാര, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി, 2 ചീസിൻ്റെ സ്ലൈസ്, അതുപോലെ തന്നെ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഈ ചീസും എല്ലാം കൂടി ഇട്ടുള്ള മയോ നമുക്ക് ഉണ്ടാക്കി അതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ പയ്യൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ പുരട്ടി കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.